മരണം അനിവാര്യതയാണ്. നമ്മുടെ വീട്ടിലൊക്കെ വേണ്ടപ്പെട്ടവർ മരിച്ചു പോകുമ്പോൾ നമ്മൾ വേദനിക്കും. വേറെ ആരെങ്കിലും വീട്ടിൽ മരിച്ചെന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ നമുക്ക് അങ്ങനെ ഞെട്ടലുണ്ടായിക്കോണമെന്നില്ല. സ്വന്തം വീട്ടിലുണ്ടാകുമ്പോഴേ നമുക്കതിൻ്റെ വേദന അറിയുള്ളൂ. അങ്ങനെ ഒരു വേദന നിങ്ങൾക്ക് വരുമ്പോൾ തങ്ങൾ പറഞ്ഞു, ഫല്യദ്കുർ മുസീബതഹു ബി, ഞാൻ കാരണം നിങ്ങൾക്കുണ്ടായ മുസീബത്ത് നിങ്ങൾ ഓർക്കണേ. എൻ്റെ മരണം കൊണ്ട് നിങ്ങൾക്കുണ്ടായത്. അള്ളാഹുവിൻ്റെ ഹബീബ് ലോകത്ത് മരിച്ചുപോയില്ലേ? എൻ്റെ ഉമ്മ മരിച്ചു, ഉപ്പ മരിച്ചു, അല്ലെങ്കിൽ എൻ്റെ വല്യപ്പ മരിച്ചു, വല്യമ്മ മരിച്ചു, അത് വേദനയാണ്. പക്ഷേ വല്യപ്പാനേക്കാളും ഉമ്മയെക്കാളും ഉപ്പയെക്കാളും ആരെ സ്നേഹിക്കണം എന്നാണ് പറഞ്ഞത്? അള്ളാഹുവിൻ്റെ റസൂലിനെ സ്നേഹിക്കണ്ടേ? അപ്പോഴല്ലേ ഈമാൻ പൂർത്തിയാവുള്ളൂ. നമ്മുടെ ഉപ്പ ഉമ്മയെ മക്കളെക്കാളും ഭാര്യയെക്കാളും നമ്മുടെ കച്ചവടത്തെക്കാളും വീടിനേക്കാളും വാഹനത്തെക്കാളും ആരെ സ്നേഹിക്കണം എന്നാണ് പറഞ്ഞത്? അള്ളാഹുവിൻ്റെ റസൂലിനെ സ്നേഹിക്കണം. ആ ഹബീബായ നബി ഞങ്ങൾ ലോകത്ത് നിന്ന് മരിച്ചു പോയില്ലേ, വഫാത്തായി പോയില്ലേ? അപ്പോൾ എൻ്റെ ഉമ്മയെക്കാളും ഞാൻ സ്നേഹിക്കുന്ന ആളല്ലേ നബി തങ്ങൾ, അവിടെ നിന്ന് വഫാത്തായില്ലയോ? ആ ഹബീബിൻ്റെ മരണത്തോളം ആവില്ലല്ലോ എൻ്റെ ഉപ്പയുടെ ഉമ്മയുടെ മരണം. എൻ്റെ മകൻ മരിച്ചത്, എൻ്റെ റസൂല് മരിച്ചില്ലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ മരണവുമായി നിങ്ങൾക്ക് വരുന്ന മുസീബത്തുകളെ നിങ്ങൾ താരതമ്യം ചെയ്യാൻ അത്രത്തോളമൊന്നും ആയിട്ടില്ലല്ലോ, എങ്കിൽ നിങ്ങളുടെ മനസ്സിന് സമാധാനമുണ്ടാകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ പറഞ്ഞു, വമമാതി ഖൈറുൽ ലക്കും, എൻ്റെ മരണം നിങ്ങൾക്ക് അനുഗ്രഹമാണ്. എൻ്റെ മരണം നിങ്ങൾക്ക് അനുഗ്രഹമാണ്. എങ്ങനെ മരണം അനുഗ്രഹമാകുന്നത്? തുഅറദു അലയ്യ അഅമാലുക്കും, നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങൾ അല്ലാഹു എനിക്ക് കാണിച്ചു തരുന്നുണ്ട്. അഅദന അല്ലാഹു മിനശ് ശുറൂരി കുല്ലിഹാ വമിനൽ മആസി വദ്ദുനൂബ്, അല്ലാഹു നമ്മുടെ തെറ്റുകുറ്റങ്ങളെ വിട്ടുപുറത്ത് മാപ്പാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നിങ്ങൾ ചെയ്യുന്ന നന്മ തിന്മകൾ അല്ലാഹു എനിക്ക് കാണിച്ചു തരുന്നു. എൻ്റെ മരണശേഷം എൻ്റെ ഖബറിലേക്ക് എനിക്ക് കർമ്മങ്ങൾ എത്തിച്ചു തരുന്ന മലക്കുകളുണ്ട്. റസൂലുള്ളാഹി തങ്ങൾക്ക് ഉമ്മത്തികളുടെ കർമ്മങ്ങൾ എത്തിച്ചുള്ളൂ.